ഹായ് ഡിയേഴ്സ്. ഇപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയവും ആ ഒരു ചാപ്റ്ററും ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആണ്. മക്കളെ, നമ്മൾ ഇനി പരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാവരും വളരെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണിപ്പോ. നിങ്ങൾ യാതൊരു തരത്തിലുള്ള ടെൻഷനും അടിക്കേണ്ട. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായി നമ്മളെ മൈൻഡിൽ ഒന്ന് അടുക്കിയെടുക്കുക, പോയി പരീക്ഷ എഴുതുക എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. അതിനു മുമ്പ്, പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും നമുക്കിനി പുസ്തകം മൊത്തത്തിൽ കവർ ചെയ്യാനുള്ള സമയം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇനി കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് അത് പഠിക്കുക, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർക്കും ഇനി പഠിച്ചു തുടങ്ങുന്നവർക്കും, ഇനി പഠിച്ചു തുടങ്ങിയാലും മതി, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങിയാലും പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതുകൊണ്ട് ഈ ഒരു പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ വളരെ ഈസിയാണ്. ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെയാണ് ഈ പാഠത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറ്. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഈ പോളിനോമിയൽസ് നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് അല്ലെങ്കിൽ ഇഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 30. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 30. വാട്ട് ഈസ് പി ഓഫ് 3? മക്കളെ, കണക്ക് പരീക്ഷ എഴുതുമ്പോൾ വ്യക്തമായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന്റെ 50% കഴിഞ്ഞു എന്നാണ്. ചോദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ 50% നമ്മൾ ആ കണക്ക് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ബാക്കി 50% നമ്മൾ എഴുതി പിടിപ്പിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്തോളും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 30. സാർ ഒരു അല്പം സ്ലോയിലായിരിക്കും ഈ പാഠം എടുക്കുക, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുക. കാരണം നമുക്ക് ഈ ചാപ്റ്റർ യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്ത ഒത്തിരി ആളുകൾ ഉണ്ടായിരിക്കും. കാരണം അവർക്കും കൂടി ഈ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അവരും കൂടെ പഠിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നമ്മളെ കൂട്ടുകാർക്ക് കൂടെ A+ കിട്ടണം. ഓക്കെ, ഇപ്പൊ തന്നിട്ടുള്ള ചോദ്യം ഞാൻ എടുത്തേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പി ഓഫ് 3. എന്താണ് പി ഓഫ് 3? 3 സ്ക്വയർ മൈനസ് 7 into 3 പ്ലസ് 30. എവിടെയെല്ലാം എക്സ് ഉണ്ടോ അവിടെയെല്ലാം ഞാൻ എന്ത് കൊടുത്തു? 3 കൊടുത്തു, അല്ലേ? പി ഓഫ് എക്സ് ആയപ്പോ എല്ലായിടത്തും എക്സ്. അപ്പൊ 3 വരുമ്പോ എന്തുവാ? 3 കിടക്കുന്നിടത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കുക? എക്സ് കിടക്കുന്നിടത്തൊക്കെ 3 കൊടുക്കുക. ഓക്കെ ആണോ? എക്സ് കിടക്കുന്നിടത്തൊക്കെ 3 കൊടുക്കും. ഇനി ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ആൻസർ ആയി. 3 സ്ക്വയർ 9 മൈനസ് 7 into 3 21 പ്ലസ് 30. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 പ്ലസ് 30 ചെയ്യുമ്പോൾ 22 മൈനസ് 21 ഇസ് ഈക്വൽ ടു 1. മനോഹരമായ ഒരു ഉത്തരം കിട്ടി, അല്ലേ? നല്ല അടിപൊളി ഉത്തരവല്ലേ? നമുക്ക് ഫ്രാക്ഷൻ കിട്ടിയില്ല, പോയിന്റ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, നമുക്ക് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടി. എന്താണ് അടുത്ത ചോദ്യം? രണ്ടാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ആണോ ചോദ്യം? അതാണോ ചോദ്യം? അല്ല, ചോദ്യം പിന്നീടാണ് കിടക്കുന്നത്. ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി. ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. പോളിനോമിയൽസ് ആണെങ്കിൽ അതിന്റെ ആ ചോദ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി കാണും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി. ഞാൻ ഒത്തിരി തവണ ഈ വാക്ക് റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഓക്കെ ആണോ? ശരി, അപ്പോ അത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നിട്ടുള്ള പോളിനോമിയൽ, തന്നിട്ടുള്ള സാധനം കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഞാൻ കണ്ടുപിടിക്കണം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എന്താണ് പി ഓഫ് എക്സ്? എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 30 മൈനസ്, ഞാൻ ഈ ക്വസ്റ്റ്യനിലുള്ള മൈനസ് ആണ് ഇവിടെ കൊടുത്തത്. ഇനി പി ഓഫ് 3യുടെ വില നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പി ഓഫ് 3 ഈക്വൽ ടു ആര്? 1. ഞാൻ ആ 1 എടുത്ത് അവിടെ കൊടുക്കുന്നു, അല്ലെ? പി ഓഫ് എക്സിൽ നിന്ന്. അതായത് ഇത്രയും സാധനം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ആണ്. ഈ 1 എന്ന് പറയുന്നത് പി ഓഫ് 3 ആണ്. ഓക്കെ ആണോ? ശരി, നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. therefore എക്സ് സ്ക്വയർ മൈനസ് 7x, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. മക്കളെ, 13ന്റെ ചിഹ്നം പ്ലസ് ആണ്, 1ന്റെ ചിഹ്നം മൈനസ് ആണ്. സോ ഡിഫറന്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. സോ +2. അല്ലേ തന്നെ നിങ്ങൾക്ക് അറിയാം 13 1 കുറച്ച 12 ആണ്. ഓക്കെ ആണോ? ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ? ഈ സാധനത്തെ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി, 2 ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതണം. അതായത് പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചത്. പി ഓഫ് എക്സ്
മൈനസ് പി ഓഫ് 3 നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചു. ഇനി ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതണം. ഓക്കെ, എല്ലാ പോളിനോമിയൽസിനെയും നമുക്ക് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ കഴിയില്ല. ഇപ്പോ ഈ പോളിനോമിയലിനെ നമുക്ക് പ്രോഡക്റ്റ് ആക്കി എഴുതാൻ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. നോക്കാം. ഞാൻ ഈ ചോദ്യത്തെ ഒന്ന് മാറ്റി എഴുതാം. ഇവിടെ നോക്കുക. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. ഇനി ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി ഇങ്ങനെ എഴുതണം. എന്താണ് ഇവിടെ എഴുതുന്ന ഈ രണ്ട് സാധനവും? ഈ രണ്ട് സാധനമാണ് ഫാക്ടേഴ്സ്. കാരണം 20നെ എനിക്ക് എങ്ങനെ എഴുതാം? 4 × 5 എന്ന് എഴുതിക്കൂടെ? 20നെ എനിക്ക് പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പറഞ്ഞാൽ 4 × 5 എന്ന് എഴുതിക്കൂടെ? ഈ 4നെയും 5നെയും നിങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ഫാക്ടേഴ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു പോളിനോമിയലിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതാം. ആ പ്രോഡക്റ്റ് ആക്കി എഴുതുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. എന്റെ അടുത്ത ജോലി ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്റെ അടുത്ത ജോലി എന്ത് കണ്ടുപിടിക്കുക? ഫാക്ടർ കണ്ടുപിടിക്കുക. ഓക്കെ, ഫാക്ടർ കണ്ടുപിടിക്കുക. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് എ പ്ലസ് ബി? ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്താണെന്ന് അറിയണം. എന്താണ് എ ബി? അടുത്തറിയണം എയും ബിയുടെയും വില. ഓക്കെ, എ പ്ലസ് ബി അറിയണം, എ ബി അറിയണം. അത് രണ്ടും വെച്ചിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. മക്കളെ, ഇതില് ഈ ഒരു എ പ്ലസ് ബിയും എ ബിയും നമ്മളെ ചോദ്യത്തിലുണ്ടാവും. നമ്മളെ പോളിനോമിയൽസിനകത്ത് നമുക്ക് എടുത്ത് എഴുതാനുള്ള സാധനമാണ് എ പ്ലസ് ബിയും എ ബി. ഓക്കെ ആണോ? അപ്പൊ അത് എങ്ങനെ എഴുതാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെയുള്ള ആൾ. ഞാൻ റൗണ്ട് വരച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വിത്ത് സൈൻ, അവിടെയുള്ള ചിഹ്നം ഉൾപ്പെടെയാണ് ഞാൻ വരച്ചത്. ഓക്കെ, ഇപ്പൊ എ പ്ലസ് ബി -7. ഡൗട്ടുണ്ടോ? ഇല്ല. എന്താണ് എ ബി? ദാണ്ടിരിക്കുന്ന നമ്പർ, ആ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്നില്ല നമ്പർ, അത് പ്ലസ് ആയിട്ട് ഞാൻ ഇടുന്നില്ല. സോ 12. ഇനി എന്താണ് എയും ബി? നമ്മൾ ഇനി നോക്കുക, ഈ രണ്ട് സാധനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എയും ബി എഴുതേണ്ടത്. നോക്കടാ, കൂട്ടുമ്പോ എനിക്ക് -7 കിട്ടണം, ഗുണിക്കുമ്പോ 12 കിട്ടണം. ഗുണനത്തില് ഗുണിക്കുമ്പോൾ 12 കിട്ടുന്ന രണ്ട് നമ്പർ 4ഉം 3ഉം ആണ് അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ 4ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 7ആണ് കിട്ടുന്നത്. എനിക്ക് -7 വേണം. അപ്പൊ 4ന്റെ ചിഹ്നം എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. 4ന്റെ ചിഹ്നവും മൈനസ് ആയിരിക്കണം. 3ന്റെ ചിഹ്നവും മൈനസ് ആയിരിക്കണം. എങ്കിലല്ലേ -4ഉം -3ഉം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് -7 കിട്ടും. -4ഉം -3ഉം കൂടെ ഗുണിക്കുമ്പോൾ എനിക്ക് 12 കിട്ടും. നമ്മളെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കിയാണ്. കണ്ട, ഇത് രണ്ടും കറക്റ്റ് ആയില്ലേ? എ പ്ലസ് ബി ചെയ്യുമ്പോൾ എനിക്ക് -7 കിട്ടും, എ ബി ചെയ്യുമ്പോൾ എനിക്ക് 12 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ രണ്ട് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. -4ഉം -3. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രോഡക്റ്റ് ആക്കി എഴുതേണ്ട ഫാക്ടർ ആണ്. ശരിയല്ലേ? നമ്മളെ പ്രോഡക്റ്റ് ആക്കി എഴുതേണ്ട ഫാക്ടർ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നോക്കിക്കോ സാർ, ഫാക്ടർ നോക്കിക്കോ. എക്സ് ഇടുക, ഫാക്ടർ എക്സ് ഉണ്ട്. ഈ കിടക്കുന്ന -4 അതുപോലെ എടുത്ത് ഇതിന്റെ അടുത്ത് വയ്ക്കുക. അപ്പൊ എങ്ങനെ വരും? x-4 ഈസ് എ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ ആരായിരിക്കും? ഈ കിടക്കുന്ന -3 എടുത്ത് അതുപോലെ ഇവിടെ വയ്ക്കുക. അപ്പൊ എങ്ങനെ വരും? x-3. രണ്ട് ഫാക്ടർ കിട്ടി. നേരത്തെ 20യുടെ രണ്ട് ഫാക്ടർ 4ഉം 5ഉം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 20 = 4 × 5 പ്രോഡക്റ്റ് ഒക്കെ എഴുതിയില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ഇവിടെ ഇപ്പോ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ആണ് ഫാക്ടർ ആക്കിയത്. സോ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഈക്വൽ ടു x-4 × x-3. കഴിഞ്ഞു. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3 ഈക്വൽ ടു x-4 × x-3. ഇവിടെ മക്കളെ, ഇവിടെ നോക്കിക്കോ. ഈ x-4നെയും x-3യെയും വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. എന്ത് വിളിക്കും? ഫാക്ടേഴ്സ്. നോക്കോ, x-4നെയും x-3യെയും വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാക്ടേഴ്സ്. ഡൗട്ട് ഉണ്ടോ? ഫാക്ടേഴ്സ് ഇല്ല. ഇനി ഒരു പക്ഷേ ഇപ്പൊ തന്ന ചോദ്യത്തിൽ നിങ്ങളടുത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മൂന്നാമത്തെ ചോദ്യം? ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കും. ഇവിടെ മക്കളെ, പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 3യുടെ രണ്ട് ഫാക്ടർ x-4ഉം x-3 ആണോ? എങ്കിൽ അതിന്റെ സൊല്യൂഷൻ x = ഇവിടെ ചിഹ്നം ഒന്ന് മാറ്റി കൊടുക്കുക, x = 4. ഇതാണ് സൊല്യൂഷൻ. അത് നിങ്ങൾ അടുത്ത ചോദ്യമാണ്. സോ നമുക്കത് ചോദ്യമായിട്ട് തന്നെ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതോടാ? ചോദ്യമായിട്ട് എഴുതുമ്പോൾ നമ്മളത് C ചോദ്യം. x = 4 ഒരു സൊല്യൂഷൻ. x = ഇവിടെ -3 വന്നതുകൊണ്ട് ഇവിടെ +3. സോ സൊല്യൂഷൻ കിട്ടി. ഓക്കെ ആണോ?
എളുപ്പമല്ലേ? അപ്പൊ ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പഠിച്ചു. ഒരു പോളിനോമിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ പഠിച്ചു. ഡൗട്ട് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനെങ്കിലും ഒരു ചെറിയൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ചെയ്യട്ടെ. നോക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഇതിനെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എങ്ങനെ എഴുതാം നോക്കുക. ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കണം. ആസ് ദ പ്രോഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് എങ്ങനെ എഴുതാം നോക്കുക. ഫസ്റ്റ് എന്ത് വേണം? a പ്ലസ് ബി വേണം. പിന്നെ എന്ത് വേണം? എ ബി വേണം. പിന്നെ എന്ത് വേണം? ഇത് രണ്ടും വെച്ചിട്ട് എ കണ്ടുപിടിക്കണം, ബിയും കണ്ടുപിടിക്കണം. ഓക്കെ, വേഗം പറ. എ പ്ലസ് ബി 3. എക്സിന്റെ കൂടെയുള്ള ആരാണ്? 3. എ ബി 2. അപ്പോഴേ ഇനി നിങ്ങൾ വേഗം നമ്പർ പറ മക്കളെ. കൂട്ടുമ്പോ എനിക്ക് 3 കിട്ടണം, ഗുണിക്കുമ്പോ 2 കിട്ടണം. കൂട്ടുമ്പോ 3 കിട്ടണം, ഗുണിക്കുമ്പോ 2 കിട്ടണം. നമ്പർ ഏതൊക്കെയാണ്? വേഗം പറ. ഇതൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായി സിമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 and 1 അല്ലേ? കൂട്ടുമ്പോ എനിക്ക് 3 കിട്ടും, ഗുണിക്കുമ്പോ എനിക്ക് 2 കിട്ടും. ഇനി ഇതിന്റെ ഫാക്ടർ വേഗം പറ. ഫാക്ടറിൽ എക്സ് ഉണ്ട്, +2 അതുപോലെ എടുത്തെഴുതി അല്ലേ? എക്സ് +1 അല്ലേ? ഉള്ള നമ്പർ ഉള്ള ചിഹ്നം അതുപോലെ എഴുതുക. ഇതാണ് ഫാക്ടേഴ്സ്. ഇനി ഇതിനെങ്ങനെ പ്രോഡക്റ്റ് ആക്കി എഴുതും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, കോമ ഇടാതെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. x+2 × x+1. ഇതാണ് പോളിനോമിയലിലെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ പ്രോഡക്റ്റ് ആക്കി എഴുതുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മൾ നേരത്തെ ഒരു ചോദ്യം പഠിച്ചില്ലേ, സൊല്യൂഷൻ. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വിലകൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ്? എക്സ് ഈക്വൽ ടു +2 ആയതുകൊണ്ട് മക്കളെ സൊല്യൂഷൻ x-2 1. അടുത്തത് +1 ആയതുകൊണ്ട് ഉത്തരം x ഈക്വൽ ടു -1. സോ ദീസ് ആർ കാൾഡ് സൊല്യൂഷൻസ്. ഇതിനെ വിളിക്കുന്ന പേര് സൊല്യൂഷൻസ്. ഇതിനെ വിളിക്കുന്ന പേര് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് നോക്കുക, നന്നായിട്ട് മനസ്സിലായോ നോക്ക്. എക്സിന്റെ വിലകളെ നമ്മൾ വിളിക്കുന്ന പേര് സൊല്യൂഷൻ. ഈ x+2 x-1 അതിനെ വിളിക്കുന്ന പേര് ഫാക്ടേഴ്സ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ അടുത്തൊരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുന്നതിന് മുമ്പ്, ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് പൗസ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു ചോദ്യം സ്വന്തമായിട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക, ഉത്തരം കറക്റ്റ് ആണോ. ഞാൻ എന്തായാലും ചോദ്യം ചെയ്യുവാണ്. ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് കറക്റ്റ് ആണോ നോക്കുക. പി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -5x + 9. ഡൗട്ടില്ല. ഇവിടെ രണ്ട് സാധനങ്ങൾ കണ്ടുപിടിക്കണം. പി ഓഫ് 2 കണ്ടുപിടിക്കണം, പി ഓഫ് 3 കണ്ടുപിടിക്കണം. ഫസ്റ്റ് പി ഓഫ് 2 കണ്ടുപിടിക്കാം. നേരത്തെ പഠിച്ചതനുസരിച്ച് എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 സ്ക്വയർ, ഓക്കെ, 2 സ്ക്വയർ -5 × 2 + 9. ഓക്കെ ആണോ? 2 സ്ക്വയർ -5 × 2 + 9. 2 സ്ക്വയർ 2 സ്ക്വയർ 4 -5 × 2 10 + 9. ഓക്കെ ആണോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഡൗട്ട് ഉണ്ടാവരുത്. വളരെ ഈസിയാണ്, ഒന്നുമില്ല. വില കൊടുക്കുക, കൂട്ടുക, ഗുണിക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. ഇവിടെ നോക്കടാ, 4ഉം 9ഉം പ്ലസ് ആണ്. സോ നമുക്ക് അത് രണ്ടും കൂടെ കൂടുമ്പോൾ 13. 13 - 10 ചെയ്യുമ്പോൾ ഉത്തരം 3. പി ഓഫ് 2 കിട്ടി. പി ഓഫ് 2 കഴിഞ്ഞു. ഇനി അടുത്ത ആരാ ഉള്ളേ? പി ഓഫ് 3. സോ പി ഓഫ് 3 ഈക്വൽ ടു 3 സ്ക്വയർ -5 × 3 + 9. എവിടെയെല്ലാം എക്സ് ഉണ്ടോ അവിടെ എല്ലാം 3 കൊടുക്കും. സോ ആൻസർ ഈസ് 3 സ്ക്വയർ 9 -5 × 3 15 + 9. ഉത്തരം എടാ +9ഉം -9ഉം ക്യാൻസൽ ആയി പോകത്തില്ലേ? +9ഉം -9ഉം ക്യാൻസൽ ആയി പോകത്തില്ലേ? ഓ, സോ ആൻസർ -50 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നോക്കുക, നന്നായിട്ട് മനസ്സിലായോ നോക്കുക. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -5x ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് പി ഓഫ് 2 കണ്ടുപിടിക്കണം. പി ഓഫ് 2 കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് 2 കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 3 കിട്ടി. ദെൻ പി ഓഫ് 3 കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് -15 കിട്ടി. ഓക്കെ, ഈ ഉത്തരങ്ങളാണോ നിങ്ങൾക്ക് കിട്ടിയത്? വെറൈറ്റി ഉത്തരങ്ങൾ കിട്ടിയവരാ കമന്റ് ചെയ്യുക. ആരുടേതാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആസ് ദ പ്രോഡക്റ്റ് ഓഫ്. എങ്ങനെ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ചെയ്യും? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പി ഓഫ് എക്സ് - പി ഓഫ് 2 കണ്ടുപിടിക്കാം. ഓക്കെ, പി ഓഫ് എക്സ് - പി ഓഫ് 2. അത് ഞാൻ പി ഓഫ് എക്സ് - പി ഓഫ് 2.
എന്താണ് മക്കളെ പി ഓഫ് എക്സ്? എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 9. ഡൗട്ട് ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ്ട് ഇവിടെ ഒരു മൈനസ് കിടപ്പില്ലേ? ഈ മൈനസ് ഇവിടെ കൊടുക്കും, മൈനസ് കൊടുക്കണം. ഓക്കെ, മൈനസ് കൊടുത്തു. ഇനി പി ഓഫ് 2ന്റെ വില നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 3. സോ 3. ഉത്തരം എക്സ് സ്ക്വയർ മൈനസ് 5x, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എങ്ങനെ വരും? പ്ലസ് 6. ഓക്കെ ആണോ? ഫ്രണ്ടിൽ ഇവിടെ കൊടുക്കാൻ വേണമെങ്കിൽ പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് എന്ത് എഴുതണം? ചോദ്യം എന്താണ്? ആസ് ദ പ്രോഡക്റ്റ് ഓഫ്. അപ്പൊ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് കണ്ടാൽ ആര് വേണം? എ പ്ലസ് ബി വേണം, എ ബി വേണം, എ വേണം, ബി വേണം, അല്ലേ? എ പ്ലസ് ബി വേണം, എ ബി വേണം, എ വേണം, ബി വേണം. ഓക്കെ, ആരാണ് എ പ്ലസ് ബി? -5. ആരാണ് എ ബി? 6. വേഗം പറ, ആരാണ് എയും ബിയും എന്ന് വേഗം പറ, വേഗം പറ. കൂട്ടുമ്പോ -5 കിട്ടണം, ഗുണിക്കുമ്പോ 6 കിട്ടണം. ഗുണിക്കുമ്പോ 6 കിട്ടുന്ന നമ്പർ മക്കളെ 6ഉം 1ഉം 3ഉം 2ഉം. ഇത് രണ്ടുമല്ലേ ഉള്ളൂ. അപ്പോ കൂട്ടുമ്പോ മൈനസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു 2 മൈനസ് ആയിരിക്കും. സോ ആൻസർ -3 -2. നിങ്ങൾ -3 -2 കൂടെ ഗുണിക്കുമ്പോൾ 6 കിട്ടും. -3 -2 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം -5 എന്ന് കിട്ടും. കണ്ടോ? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് കണ്ടോ? ശരി, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ 2 ഉത്തരം കിട്ടി. കഴിഞ്ഞോ? ഇനി ഫാക്ടർ എഴുതണം. എങ്ങനെ ഫാക്ടർ എഴുതും? x-3, x-2. ഇനി ചോദ്യം എന്താണ്? ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് എഴുതണം. പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2നെ എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് മൈനസ് പി ഓഫ് 2 ഈക്വൽ ടു x-3 ഇൻറ്റു x-2. കഴിഞ്ഞു. x-3 ഇൻറ്റു x-2 കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. 4 മാർക്കിന്റെ ചോദ്യമാണ്, അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എങ്കിൽ ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുന്നത്, ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് മനസ്സിലാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. എന്റെ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ നോക്കുക. ഇപ്പോ പി ഓഫ് 1 എന്നൊരു പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. സോ ഞാൻ ആ തന്നിട്ടുള്ള ചോദ്യത്തെ എടുത്ത് എഴുതുക ആദ്യം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. ഇതിനകത്ത് പി ഓഫ് 1 കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് അറിയാം, പെട്ടെന്ന് കണ്ടുപിടിക്കുക. 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 5. സോ 1 പ്ലസ് 2 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 8. ഇതൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടണം. നമ്മൾ 3 കണക്ക് ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, കണ്ട, ഇതെല്ലാം പ്രീവിയസ് ആണ്. എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ചാപ്റ്ററിന്റെ കാതലായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. കാതലായിട്ടുള്ള ഭാഗം ഇവിടെ മക്കൾ നോക്കിക്കുക. പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയലിലെ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആകുമെങ്കിൽ, അല്ലെങ്കിൽ ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് എ നമുക്ക് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 ആയിരിക്കും. എന്തായിരിക്കും? പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ, അതില് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഫാക്ടർ ആണെങ്കിൽ നമുക്ക് ആ പി ഓഫ് എ ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തൊട്ട് മുന്നേ ചെയ്ത കണക്ക് മക്കൾ ഇവിടെ നോക്കിയോ. ഇവിടെ തൊട്ട് മുന്നേ സാർ നിങ്ങൾക്കൊരു ഉദാഹരണം തന്ന കണക്ക് ഓർമ്മയുണ്ടോ? ഇവിടെ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. പി ഓഫ് എക്സ് എന്നൊരു പോളിനോമിയൽ, ഇതിന്റെ ഒരു ഫാക്ടർ ആരാണ്? x-2. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2ന്റെ ഒരു ഫാക്ടർ എക്സ് പ്ലസ് 2 ആണ്, ഒരു ഫാക്ടർ എക്സ് പ്ലസ് 1 ആണ്. ഇതിന്റെ ഫാക്ടർ ആണ് ഇത്, അല്ലെ? ഈ പോളിനോമിയലിന്റെ ഫാക്ടർ ആണ് എക്സ് പ്ലസ് 2. അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച തിയറി അനുസരിച്ച് പി ഓഫ് ഫാക്ടർ ആയതുകൊണ്ട് -2 ചെയ്യുമ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. അതായത് ഈ ഇക്വേഷനില് എക്സിന് ഞാൻ -2 ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. നിങ്ങൾക്ക് വലുതായിട്ടൊന്നും മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ കൂടി ഞാൻ എന്തായാലും നമ്മളെ കണക്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, ശരി. ഇവിടെ നോക്കുക, എല്ലാവരും ഇനി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യം ഇഫ് നന്നായിട്ട് പഠിച്ചു. ഇഫ് എക്സ് മൈനസ് എ ഈസ് എ ഫാക്ടർ, factor of p of x, then if x minus കാണാൻ പറ്റുന്നില്ല, if x minus a is a factor of p of x, then p of a equal to 0. p of a equal to 0. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. if x minus a is a factor of p of x, then p of a equal to 0. മക്കളെ x minus 3 ഫാക്ടർ ആണെങ്കിൽ p of 3 equal to 0.
എക്സ് പ്ലസ് 2 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് മൈനസ് 2 ഈക്വൽ ടു 0. എന്താണോ ഫാക്ടർ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ഈക്വൽ ടു 0. പി ഓഫ് മൈനസ് 3 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 2 ആണെങ്കിൽ പി ഓഫ് മൈനസ് 2 ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ ഇഫ് എക്സ് മൈനസ് 4 ഫാക്ടർ ആണെങ്കിലോ പി ഓഫ് 4 ഈക്വൽ ടു 0. എക്സ് മൈനസ് 4 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 4 ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ എന്തായാലും തൊട്ട് മുന്നത്തെ കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്യും? മനസ്സിലാക്കണം. നോക്കൂ. ഓക്കെ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മക്കളെ എക്സ് മൈനസ് 1 ഫാക്ടർ ആണ് ആരുടെ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെയുടെ. ഓക്കെ, അപ്പൊ ഞാൻ തന്നിട്ടുള്ള പോളിനോമിയലിനെ എടുത്ത് എഴുതണം. എന്താണ് പോളിനോമിയൽ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ പോളിനോമിയലായോ? ഇനി ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ആര് ഫാക്ടർ ആണ്? എക്സ് മൈനസ് 1 ഫാക്ടർ ആണ്. എക്സ് മൈനസ് 1 ഫാക്ടർ ആണ്. അപ്പൊ നമ്മൾ അവിടെ താഴെ എഴുതുന്ന ഒരു ലൈൻ ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ എഴുതിയ ലൈൻ തന്നെയാണ്. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ, എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ ആര് 0 ആയിരിക്കും? പി ഓഫ് മൈനസ് 1 ആയതുകൊണ്ട് പി ഓഫ് 1 ഈക്വൽ ടു 0. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിലും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ, വേണമെങ്കിൽ ഇവിടെ ഒരു സെന്റൻസും കൂടെ എഴുതാം നിങ്ങൾക്ക്, ഓഫ് പി ഓഫ് എക്സ്. അതായത് ഇഫ് എക്സ് മൈനസ് 1 പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 ചെയ്യുമ്പോൾ എനിക്ക് 0 കിട്ടും. ഇവിടത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഓഫ് 1 ഈക്വൽ ടു ആരായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ പി ഓഫ് 1 ഈക്വൽ ടു ആരായിരിക്കും? 0. സോ ഞാൻ പി ഓഫ് 1 കണ്ടുപിടിക്കുക. പി ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ. താഴെ പി ഓഫ് എക്സ് താഴെ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് കെ. സോ 1 പ്ലസ് 2 പ്ലസ് കെ. ഉത്തരം എനിക്ക് എന്ത് കിട്ടി? 3 പ്ലസ് കെ എന്ന് കിട്ടി. സോ പി ഓഫ് 1 എനിക്ക് എന്ത് കിട്ടി? 3 പ്ലസ് കെ എന്ന് കിട്ടി. പി ഓഫ് 1 എന്ത് കിട്ടി? പി ഓഫ് 1 എനിക്ക് 3 പ്ലസ് കെ കിട്ടി. ഇതുവരെ ഡൗട്ട് ഉണ്ടോ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ഇതിന്റെ ഫാക്ടർ ആണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാം. എക്സ് മൈനസ് 1 എന്ന് പറയുന്നത് ആരുടെ ഫാക്ടർ ആണ്? നോക്കുക മക്കൾ, ഒരിക്കൽ കൂടെ നോക്കുക. എക്സ് മൈനസ് 1 എന്ന് പറയുന്ന സാധനം ഇവിടത്തെ ഇതിന്റെ ഫാക്ടർ ആണ്. അതായത് തന്നിട്ടുള്ള പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെയുടെ ഫാക്ടർ ആണ്. നമുക്ക് ഫാക്ടർ കണ്ടീഷൻ എന്തറിയാം? എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 ഈക്വൽ ടു എന്തായിരിക്കും? 0. എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 ഈക്വൽ ടു എന്തായിരിക്കും? 0. നമ്മൾ അതുകൊണ്ട് പി ഓഫ് 1 കണ്ടുപിടിച്ചു. പി ഓഫ് 1 കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് 3 പ്ലസ് കെ എന്ന് കിട്ടി. ഓക്കെ, പി ഓഫ് 1 നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടിയടാ? പി ഓഫ് 1 കണ്ടുപിടിച്ചപ്പോ 3 പ്ലസ് കെ എന്ന് കിട്ടി അല്ലേ? ഹിയർ ഇവിടെ പി ഓഫ് 1 ഈക്വൽ ടു 0 ആണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? എഴുതി വെച്ചിട്ടുള്ള ഈ ചോദ്യത്തിൽ പി ഓഫ് 1 ഈക്വൽ ടു ആരെന്ന് എഴുതി വെച്ചിട്ടുണ്ട്? 0 ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളെ ചോദ്യമാണ് ഇനി ഇമ്പോർട്ടന്റ്. വാട്ട് ഈസ് കെ? വാട്ട് ഈസ് ദ നമ്പർ ഓഫ് അല്ലെങ്കിൽ നമ്പർ കെ? കെയുടെ വില എന്ത്? നമ്മൾ പി ഓഫ് 1 എന്ത് എഴുതി വെച്ചിട്ടുണ്ടാ? 3 പ്ലസ് കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പി ഓഫ് 1ന്റെ വില എന്തെന്നറിയാം? 0 എന്നറിയാം. സോ എനിക്ക് 3 പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. കെ ഈക്വൽ ടു ഈ പ്ലസ് 3. മക്കളെ ഈ പ്ലസ് 3 സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് 3 സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ -3 ആവും. പ്ലസ് 3 സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ -3. സോ കെയുടെ വില എനിക്ക് കിട്ടി -3. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് കെയുടെ വില കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കുക, ഫസ്റ്റ് ഞാൻ ചെയ്തത് തന്നിട്ടുള്ള പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് കെ എന്ന് എഴുതി. ദെൻ രണ്ടാമത് ഇഫ് എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ. കാരണം ചോദ്യത്തിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എക്സ് മൈനസ് 1 ഫാക്ടർ ആണെന്ന്. എക്സ് മൈനസ് 1 ഫാക്ടർ ആണെങ്കിൽ പി ഓഫ് 1 0 ആയിരിക്കും. സോ ഞാൻ താഴോട്ട് എന്ത് ചെയ്തു? പി ഓഫ് 1 കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഇവിടെ വരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ചോദ്യത്തിലോട്ട് പോയി. വാട്ട് നമ്പർ ഈസ് കെ? എനിക്ക് കണ്ടുപിടിക്കേണ്ട സാധനം കെയുടെ വിലയാണ്. സോ പി ഓഫ് 1ന്റെ വില എന്തെന്നറിയാം? 0 എന്നറിയാം. സോ അടുത്ത് ഞാൻ എന്ത് കൊടുത്തു? 3 പ്ലസ് കെ ഈക്വൽ ടു 0. കാരണം 3 പ്ലസ് കെ ആണ് പി ഓഫ് 1. പി ഓഫ് 1ന്റെ വില 0 എന്ന് എനിക്കറിയാം. സോ 3 പ്ലസ് കെ ഈക്വൽ ടു 0, കെ ഈക്വൽ ടു -3. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന്റെ ചോദ്യമാണ്. സിമ്പിൾ ആണ്. മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഈ ചാപ്റ്ററിലെ ഏറ്റവും എളുപ്പമുള്ള ചോദ്യം. ഇത് മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ പരീക്ഷയ്ക്ക് വരാറുള്ളൂ. ലാസ്റ്റ് ടൈപ്പോട് കൂടി നമ്മുടെ പോളിനോമിയൽസ് മൊത്തത്തിൽ കഴിയുവാണ്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ റിവിഷൻ ക്ലാസ് എടുക്കും. എന്തായാലും പരീക്ഷയ്ക്ക് മുന്നേ റിവിഷൻ ക്ലാസ് ഉണ്ടാവും. ആ സമയത്ത് എന്തായാലും കൂടുതൽ ക്വസ്റ്റ്യൻസ് പോളിനോമിയൽസിൽ നമ്മൾ ചെയ്യും. ഇവിടത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ കാണുന്നതിന് മുന്നേ
എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ? എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ? അത്രേ ഉള്ളൂ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഡൗട്ട് ഉണ്ടോ? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമ്മൾ പഠിക്കുന്ന സിനിമയിലെ തിലക സാറിന്റെ ഡയലോഗ് അല്ല. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും മാത്സിലാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ നോക്കുക, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഡൗട്ട് ഉണ്ടോ? ഇല്ല. പിന്നെ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക, നമുക്ക് തന്നിട്ടുള്ള പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഓക്കെ, തന്നിട്ടുള്ള പോളിനോമിയൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഉള്ള സംഗതി സ്ക്രീൻ മാറിയപ്പോഴേക്കും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 4, ഡൗട്ട് ഇല്ലല്ലോ? ശരി, ഈ എക്സ് സ്ക്വയർ മൈനസ് 4നെ എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 4നെ എനിക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എന്ന് എഴുതാം. സോ ഈ ഒരു ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതി കൂടെ? താണ്ട്ര ഇവിടെ നോക്ക്, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന് ഞാൻ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ ഉണ്ട്, ഇതാണ്ട് ഇതിലുള്ള എക്സ് സ്ക്വയർ ഇവിടെ ഉണ്ട്. വൈക്ക് പകരം ഇരിക്കുന്ന ആളാരടാ? 2. അപ്പൊ എനിക്ക് അതിന് എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. ഡൗട്ടുണ്ടോ? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഉത്തരം. പ്രോഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞോടാ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വേഗം ക്വസ്റ്റ്യൻ തരാം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 9, എക്സ് സ്ക്വയർ മൈനസ് 9. വേഗം പറ. എക്സ് സ്ക്വയർ മൈനസ് 9 എനിക്ക് എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഇതിന് എനിക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എന്ന് എഴുതാം. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. എ ബി വേണ്ട, എ പ്ലസ് ബി വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ഫോമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഡൗട്ട് ഉണ്ടോ? ഒരു ചോദ്യം കൂടെ തരാം. നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കണക്കായതുകൊണ്ട് ഞാൻ കൂടുതൽ ചോദ്യം തരാം. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യും അത്രത്തോളം ചോദ്യങ്ങൾ തരും. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 25. എങ്ങനെ ചെയ്യൂടാ? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. മക്കളെ നിങ്ങൾ തൊട്ട് മുന്നേ എഴുതി വെച്ചേക്കല്ലേ, എക്സ് സ്ക്വയർ മൈനസ് 9 നിങ്ങൾ എങ്ങനെയാക്കി? 3 സ്ക്വയർ. സോ എക്സ് സ്ക്വയർ മൈനസ് 25 എങ്ങനെയാക്കാം? 5 സ്ക്വയർ. സോ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5. ഓക്കെയാണോ? കിടിലൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നല്ല ചോദ്യമാണ്. നല്ല ചോദ്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. ഇതെങ്ങനെ എഴുതും? ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 കഴിഞ്ഞു. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3. ഇനി ഒരു വെറൈറ്റി ചോദ്യം. ഇനി ഒരു അല്പം കൂട്ടി, അല്പം റേഞ്ച് കൂട്ടി ചോദിക്കാം. ഒന്നുമില്ല, എളുപ്പമാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. മക്കളെ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2. 2നെ എനിക്ക് 1 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റുമോ? 1ന്റെ സ്ക്വയർ ആണ് 2. പലരും എഴുതുന്നതാണ് 2 കണ്ട ഉടനെ 1 സ്ക്വയർ എന്ന് എഴുതും. തെറ്റാണ്. 2ന് സ്ക്വയർ, 2ന് റൂട്ട് ഉണ്ടോടാ? 2ന് റൂട്ട് ഇല്ല. അപ്പോ 2ന് റൂട്ട് ഉണ്ട്, പോയിന്റ് ആണ്. സോ അപ്പോഴേ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 2നെ എനിക്ക് ഏതിന്റെ സ്ക്വയർ ആക്കി എഴുതാം? ഇവിടെ നോക്ക്, 25 വന്നപ്പോ നിങ്ങൾ 5 സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ 2നെ പിന്നെ എങ്ങനെ എഴുതും? കേട്ടിരിക്കുക, വെറുതെ ഒരു നമ്പർ തന്നിട്ട് അതിന് സ്ക്വയർ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, എക്സ് സ്ക്വയർ മൈനസ് അതിനൊരു റൂട്ട് ഇട്ട് കൊടുക്കുക, ദ ഹോൾ സ്ക്വയർ കൊടുക്കുക. കാരണം വെറുതെ ഇരിക്കുന്ന 2ന് എനിക്ക് റൂട്ട് 2 സ്ക്വയർ എന്ന് എഴുതാം. കാരണം എന്താ? ഈ റൂട്ട് 2ന്റെ സ്ക്വയർ എന്ന് വന്നാൽ ഈ സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് എനിക്ക് ഉത്തരം 2 എന്ന് തന്നെ കിട്ടും. അവിടെ വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോഴേ ഇനി എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2. എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 2. ഓക്കെ ആണോ? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ, പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 7. ഇതെങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ മൈനസ് 7 എങ്ങനെ എഴുതും? ഇവിടെ നോക്കടാ, എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് 7 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് എക്സ് പ്ലസ് റൂട്ട് 7 ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് 7. ഓക്കെ ആണോ? എളുപ്പമല്ലേ? എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിലുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടണം. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് സാറ് നിർത്താം. ഫ്രാക്ഷൻ ടൈപ്പ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 1/4. ഇതെങ്ങനെ എഴുതൂടാ? എക്സ് സ്ക്വയർ മൈനസ് 1/4.
നിസാരം. നോക്കുക, x² മൈനസ് 1/4 എനിക്ക് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? നിങ്ങൾ ഈ സ്ക്വയർ അകത്ത് കൊടുക്കുമ്പോൾ 1ന്റെ സ്ക്വയർ ഇവിടെ നോക്കണം. ഈ സ്ക്വയർ നിങ്ങൾ അകത്ത് കൊടുക്കുമ്പോൾ 1ന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 1 കിട്ടും. ഈ സ്ക്വയർ 2ന് കൊടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4 കിട്ടും. ശരിയല്ലേ? അപ്പൊ 1/4 എനിക്ക് 1/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചു വെച്ച് എങ്ങനെ എഴുതാം? x പ്ലസ് 1/2 ഇൻറ്റു എക്സ് മൈനസ് 1/2 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എല്ലാ ടൈപ്പുമായി. ഇപ്പൊ സ്ക്വയർ ഉള്ള നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു, സ്ക്വയർ ഇല്ലാത്ത നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പഠിച്ചു. ഇനി ഫ്രാക്ഷൻ വന്നാൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഒരു കണക്കൂടെ, എന്റെ ഒരു സമാധാനത്തിന് ഒരു കണക്കൂടെ ചെയ്യാം. പി ഓഫ് എക്സ് ഈക്വൽ ടു x² മൈനസ് 4/9. എങ്ങനെ ചെയ്യും? 4/9 സിമ്പിൾ ആണ്. ഒന്ന് വന്നപ്പോ ചെയ്തില്ലേ? അത് തന്നെയാണ്. സോ x² മൈനസ് 4/9 എങ്ങനെ എഴുതാണ്? 2/3 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? 4ന്റെ സ്ക്വയർ, സോറി 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. സോ എനിക്ക് ഇതിന് ഇനി അടുത്ത് നമ്മൾ ആൻസർ ആയി. എങ്ങനെ? എക്സ് പ്ലസ് 2/3 ഇൻറ്റു എക്സ് മൈനസ് 2/3. എക്സ് പ്ലസ് 2/3 ഇൻറ്റു എക്സ് മൈനസ്, കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി എഴുതാം. എക്സ് പ്ലസ് 2/3 ഇൻറ്റു എക്സ് മൈനസ് 2/3 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. എക്സ് പ്ലസ് 2/3 ഇൻറ്റു എക്സ് മൈനസ് 2/3. വളരെ സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ പോളിനോമിയൽ മക്കളെ. വളരെ എളുപ്പമാണ്. 4 മാർക്ക് വെറുതെ കളയരുത്. കാരണം പോളിനോമിയൽസിനകത്ത് അങ്ങനെ നിങ്ങൾക്ക് പാടായിട്ട് തോന്നാൻ ടോപ്പിക്സ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലെ ഏതെങ്കിലും ചാപ്റ്റർ ഇതുപോലെ സിമ്പിൾ ആയിട്ട് പഠിക്കണം, ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം പോളിനോമിയൽസിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ലാതിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപക്ഷെ അവർക്ക് ഇതൊരു ഹെൽപ്പ് ആവും. ചിലപ്പോൾ അവര് ഇത് കണ്ട് ചിലപ്പോൾ ഇതിന് 1 മാർക്കെങ്കിലും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സന്തോഷം നിങ്ങൾക്കും ഉണ്ടാവും, ഒപ്പം എനിക്കും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അടുത്ത പുതിയൊരു ചാപ്റ്ററിലെ പുതിയൊരു റിവിഷൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ.